ഹലോ വ്യൂവേഴ്സ്, ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തക്കാളി ചട്നിയാണ്. കുറച്ച് വെറൈറ്റി ആയിട്ടുണ്ടാകും കേട്ടോ ഈ തക്കാളി ചട്നി. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ് ഈ കാണിക്കുന്നത്. പിന്നെ ആദ്യം തന്നെ ഒരു പാൻ അടുപ്പിൽ വെച്ച് നന്നായി ചൂടായിട്ട് വരുന്ന സമയത്ത് ഒരു 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണയാണ് ഞാനിതിൻ്റെ അകത്ത് ചേർത്തിരിക്കുന്നത്. ഇതിന് ടേസ്റ്റ് തരുന്നതിന് നല്ലെണ്ണയാണ്. അതുകൊണ്ട് 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ അതിലോട്ട് ചേർത്ത് കഴിഞ്ഞ ശേഷം ഒരു 4 ഉണക്കമുളകാണ് ഞാൻ ചേർന്നിരിക്കുന്നത്. ഈ എരിവ് നിങ്ങൾക്കിത് മതിയായെങ്കിൽ 4 മതി, ഇല്ലെങ്കിൽ ഒരു 5 ചേർത്തോളൂ. നന്നായിട്ട് എരിവ് വേണമെങ്കിൽ ഒരു 5 ചേർക്കാം. ഇതിൻ്റെ എരിവ് മീഡിയമായിട്ടേ ഉണ്ടാവുള്ളൂ എരിവ്. പിന്നെ ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞത്, അതും കുറച്ച് കരിവേപ്പിലയും ഒരു ശകലം ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞതും ഇതിൻ്റെ കൂടെ ചേർത്ത് നന്നായി ഇളക്കിയെടുക്കണം. ഇതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂൺ ഉപ്പാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. നന്നായിട്ട് ഇളക്കി കുറച്ച് നേരം ഇളക്കി അത് സവാള നല്ലോണം വാടി വരുന്നവരെ ഇളക്കിയെടുക്കുക. ഇത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ചട്നിയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. ഇതൊന്നും ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ ശേഷം ഞാൻ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും പിന്നെ ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും അതും കൂടെ ചേർത്തിട്ട് നന്നായി ഇളക്കിയെടുക്കുക. അത് കഴിഞ്ഞ ശേഷം ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന 3 തക്കാളി അത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തു. ഇതിൽ നമ്മൾ വെള്ളമൊന്നും ഒഴിക്കേണ്ട, ആ തക്കാളിയുടെ വെള്ളം തന്നെ മതി ഇതിന് വെന്ത് വരാനായിട്ട്. നല്ലോണം ഇളക്കുക, കുറച്ച് നേരം ഇളക്കണം. അതിലേക്ക് നമ്മൾ വെള്ളം ആഡ് ചെയ്യരുത്. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരിക്കുന്നത് 3 ടേബിൾ സ്പൂൺ അതും കൂടെ ഇട്ട് കഴിഞ്ഞ ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കുക. പിന്നെ ഒരു ശകലം മല്ലിയിലയാണ് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരുന്നത്, അത് അതിൻ്റോടുകൂടി ഞാൻ ഇടുകയാണ്. എന്നിട്ട് നന്നായി ഇളക്കിയെടുക്കണം. ഈ ഒരു കറി നമ്മൾക്ക് ചപ്പാത്തി, ദോശ, ഇഡ്ഡലി, എല്ലാത്തിനും ഉപ്മാവ്, എല്ലാത്തിനും ഉപയോഗിക്കാം നമ്മൾക്കിത്. നല്ലൊരു വെറൈറ്റി ചട്നിയാണ് ഇത്. ഒരു ലിഡ് വെച്ച് മൂടി സിമ്മിൽ ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക. നമുക്ക് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇതിൽ ഞാൻ വെള്ളം ആഡ് ചെയ്തിട്ടില്ല, തക്കാളിയുടെ വെള്ളത്തിലാണ് ഞാൻ വേവിച്ചിരിക്കുന്നത്. നന്നായി ഉടച്ചു കഴിഞ്ഞ ശേഷം സ്റ്റൗവിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്യുക. എന്നിട്ട് ഇത് തണുക്കാൻ വയ്ക്കുക. നന്നായി തണുത്ത് കഴിഞ്ഞ ശേഷം ഒരു മിക്സിയിലിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കുക. ഇത്ര ഡ്രൈ ആയിട്ട് നിങ്ങൾക്ക് അരയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ നന്നായി നൈസായിട്ട് അരയ്ക്കണം. ഒരു 2 ടേബിൾ സ്പൂൺ ചെറു ചൂടുവെള്ളം ഒഴിച്ചാൽ മതി. പച്ചവെള്ളം ഇതിലേക്ക് ആഡ് ചെയ്യേണ്ട. പച്ചവെള്ളം ഒഴിക്കേണ്ട. 2 ടേബിൾ സ്പൂൺ ചൂടുവെള്ളം വേണമെങ്കിൽ ഒഴിച്ചോളൂ. ഞാൻ ഒഴിച്ചിട്ടില്ല. ഇത് നന്നായി നൈസായിട്ട് ഞാൻ അരച്ചെടുത്തുകൊണ്ട് വരാം. ഞാൻ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്, കണ്ടില്ലേ? നല്ല നൈസായിട്ട് തന്നെ ഞാൻ അരച്ചിരിക്കുന്നത്. ഇതിനോടുകൂടി ഒരു 2 ടേബിൾ സ്പൂൺ ചെറിയ ചൂടുവെള്ളം വേണമെങ്കിൽ ആഡ് ചെയ്തോളൂ. കുറച്ച് ചമ്മന്തി ഒന്ന് ഡൈല്യൂട്ട് ആവാൻ വേണ്ടിയിട്ട്. ഒരു വെറൈറ്റി ടൊമാറ്റോ ചട്നിയാണ് ഇത്. ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റാണ്. ഇതിൽ എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. Thank you viewers. Thank you for watching my video. Thank you.